ഈ കഴിഞ്ഞ 6 ദിവസം നമ്മൾ കേട്ടത്, ആദ്യം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി അല്ലേ? ഞാനൊരു ആത്മാവാണ്. രണ്ടാമത്തത്, ആത്മാവായ ഞാൻ സദോഗുണിയാണ്. അടുത്തത് കർമ്മഫലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഈ ജ്ഞാനമെല്ലാം നമ്മൾ എന്തിനാ കേട്ടത്? എന്തിനാ കേട്ടുകൊണ്ടിരിക്കണേ? ഇതൊരു ടൈം പാസ് അല്ലല്ലോ, കഥയല്ലല്ലോ. നമ്മൾ കേൾക്കുന്നത് വെറും രാമായണ കഥയല്ല, പിന്നെയോ ആത്മാരാമന്മാരായ നമ്മുടെ ജീവിത യാത്രയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ അല്ലേ അയനം അഥവാ യാത്ര നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ജ്ഞാനമെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കേൾക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിത യാത്രയിൽ ഉപയോഗിക്കാനാണ്, ഉപയോഗിച്ച് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമുക്ക് വരാനാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താ വെച്ചിരിക്കുന്നത്? ഈ കർമ്മഫല ജ്ഞാനങ്ങളൊക്കെ എവിടെ, എപ്പോൾ, എങ്ങനെ, എത്രത്തോളം, എങ്ങനെ ഉപയോഗിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പം നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോവാണ്. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഒരു അസുഖത്തിന് ഡോക്ടർ പല മരുന്നുകൾ എഴുതി തരും. ആ മരുന്നുകളോടൊപ്പം തന്നെ അതിൽ എഴുതിയിട്ടുണ്ടാവും രാവിലെ ഇത് കഴിക്കണം, ഉച്ചയ്ക്ക് ഇത് കഴിക്കണം, വൈകിട്ട് ഇത് കഴിക്കണം. ചില മരുന്നുകൾക്ക് നമുക്ക് ഡയറക്ഷൻസ് ഉണ്ടാവും, ഇത് ആഹാരത്തിന് മുമ്പ് അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം. നമ്മൾ മരുന്നെല്ലാം കൂടെ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ശരി 1 മാസത്തേക്ക് തന്ന മരുന്ന് ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചു തീർക്കൂ? ഇല്ല. അത് ചിലപ്പോൾ രോഗം മാറുന്നതിന്, ചിലപ്പോൾ നമ്മൾ രോഗി തന്നെ ഇല്ലാതെ ആകുന്നതിന് കാരണമായിട്ട് മാറും അല്ലേ? അക്കാരണം എന്താ? മരുന്നാണ്. ഭക്ഷണം പോലെ നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റില്ല. മരുന്നിന് എന്തുണ്ട്? വിധിയുണ്ട്. എപ്പോൾ കഴിക്കണം, എത്ര കഴിക്കണം, മരുന്നിനോടൊപ്പം പാലിക്കേണ്ട പഥ്യം എന്താണ്, അത് രീതിയിൽ കഴിച്ചാൽ മാത്രമേ ആ മരുന്ന് കൊണ്ട് നമുക്ക് രോഗം മാറിക്കിട്ടുകയുള്ളൂ. അതേപോലെയാണ് ജ്ഞാനവും. നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ജ്ഞാനം മരുന്ന് പോലെയാണ്. ഇതും എന്ത് ചെയ്യണം? എവിടെ, എപ്പോൾ, എങ്ങനെ, ഏത് രീതിയിൽ, എത്രത്തോളം ഇതിനെ ഉപയോഗിക്കണമെന്ന പ്രാക്ടിക്കൽ ബോധം ഉണ്ടാവണം. അതിന് പരമാത്മ എപ്പോഴും പറയാറുണ്ട്, ഭഗവാൻ നിത്യേനയുള്ള സത്സംഗത്തിൽ ഈശ്വരൻ പറയണത്, മക്കളെ പരമാർത്ഥമുണ്ട്, വ്യവഹാരവുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് സത്യജ്ഞാനം തരും, പക്ഷെ നിങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? അത് വ്യവഹാര തലത്തിൽ കൊണ്ടുവരുമ്പോൾ എവിടെ, എപ്പോൾ, എങ്ങനെ എന്നുള്ളത് യുക്തിയുക്തമായിട്ട് ഉപയോഗിക്കണമെന്ന് എപ്പോഴും ഈശ്വരൻ തൻ്റെ മഹാവാക്യത്തിൽ പറയാറുണ്ട്. കാരണം ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഈ കർക്കിടക മാസത്തെ സത്സംഗം എന്നുള്ളത് മാത്രമല്ല, ഇവിടെ നമുക്ക് നിത്യേന പ്രഭാത സത്സംഗമുണ്ട്. ഇപ്പം നമ്മൾ ഈവനിങ് സത്സംഗമല്ലേ കേൾക്കണേ? ഇവിടെ 1936 മുതൽ 85 വർഷം കൊണ്ട് നിത്യേന സത്സംഗമുണ്ട്, ഒരു ദിവസം പോലും മുടക്കാതെ. ഡയറക്റ്റ് ഭഗവാന്റെ മഹാവാക്യങ്ങൾ നമുക്ക് കേൾക്കാം. അത് ഈ കർക്കിടകം കഴിഞ്ഞാലും ഇപ്പം നിങ്ങൾക്കൊരു സംസ്കാരം ഉണ്ടായി അല്ലേ, ഡെയിലി കേൾക്കുകയാണ്. അപ്പം അതേപോലെ നമുക്ക് പ്രഭാതത്തിലും, കാരണം പ്രഭാതമാണ് ഏറ്റവും ഉത്തമമായ സമയം സത്സംഗം കേൾക്കാൻ. കാരണം രാവിലെ നമ്മുടെ മനസ്സെന്ന് പറയുന്ന പ്ലെയിൻ പേപ്പറാണ്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ലിറ്റ്മസ് പേപ്പർ മഷി പിടിച്ചെടുക്കുന്നത് പോലെ അല്ലേ, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സർവശക്തിവാൻ നൽകുന്ന കാര്യത്തെ നമുക്ക് ഫുള്ളായിട്ട് ഗ്രാസ്പ് ചെയ്യാനും, ഫുൾ ഡേ ഈ പേപ്പർ ആ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊണ്ട് നിറഞ്ഞിരിക്കാനും, നമ്മൾ ഏത് തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയാലും പ്രഭാത സത്സംഗത്തിൽ ഭഗവാൻ നൽകുന്ന ഏതെങ്കിലും ഒരു മഹാവാക്യം ഫുൾ ഡേ നമുക്ക് യൂസ്ഫുള്ളായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഈ യാത്രയോടൊപ്പം നിങ്ങൾക്ക് പ്രഭാത സത്സംഗവും ഇനി കേൾക്കാനുള്ള അവസരം വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ജ്ഞാനത്തെ എപ്രകാരം ഉപയോഗിക്കണമെന്ന് ഇതിഹാസ കഥകൾ, പ്രത്യേകിച്ച് നമുക്ക് രാമായണത്തിൽ തന്നെ 1-2 സംഭവങ്ങളിലേക്ക് നോക്കാം. രാമായണത്തിൽ നിങ്ങൾക്കറിയാം, ശ്രീരാമൻ സീതയെ വരിക്കുന്നതിന് വേണ്ടിയിട്ട് ത്രയംബക വില്ല് കുലയ്ക്കുന്നുണ്ട് അല്ലേ? പക്ഷേ വില്ല് കുലയ്ക്കുന്ന ശബ്ദം കേട്ടിട്ട് പറയാറില്ലേ, ത്രിലോകങ്ങളിലും ശബ്ദം മുഴങ്ങി എന്നാണ് പറയണം. കാരണം അത് എല്ലാവർക്കും കുലയ്ക്കാൻ പറ്റില്ല. അത് കേട്ടിട്ട് പരശുരാമൻ ഓടി വന്നു. കാരണം പരശുരാമന് ഇതെനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, എൻ്റെ വില്ലാണ്, ധാര ഓടിച്ചേ. ഗർവോടുകൂടി വരികയാണ്. ഞാനല്ലാതെ ഇനി ഒരു രാമനോ എന്ന് ചോദിച്ച്.
അപ്പോഴെന്താ സംഭവിക്കണം? അപ്പോഴേക്കും രാമലക്ഷ്മണന്മാർ ശരിക്കും ആയോധനകലയുടെ അഭ്യാസമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരിക്കുന്ന ആ യുവ അവസ്ഥയാണ് അവരുടെ. അപ്പോഴേക്കും ലക്ഷ്മണൻ ആവേശം വരും. പരശുരാമൻ ഒരു ശരിക്കും യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടാണ് വരണത്, കൊല്ലാനായിട്ട് വരികയാണ്, യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വരണത്. അപ്പോഴേക്കും അവിടെ വിവാഹത്തിനുള്ള സ്വയംവരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും നല്ല മംഗളമുഹൂർത്തമാണ് അവിടെ കൊട്ടാരത്തിൽ. അപ്പോഴാണ് പരശുരാമൻ കയറി വരണം. പക്ഷെ ആ സമയത്ത് രാമൻ എങ്ങനെയാണ് പെരുമാറണേ? ലക്ഷ്മണനെ ശാന്തനാക്കും. ഒപ്പം പരശുരാമൻ്റെ മുന്നിൽ വളരെ വിനയത്തോടു കൂടി എന്താ പറയണേ? അല്ലയോ പ്രഭു, എനിക്ക് മനസ്സിലായിട്ടില്ല, ഇത് പൊട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, ഞാനൊന്ന് കുലയ്ക്കാൻ ശ്രമിച്ചതാ, ഞങ്ങൾ ബാലകരാണ്, ഞങ്ങളോട് ക്ഷമിക്കണം, തെറ്റ് ചെയ്തതാണെങ്കിൽ അങ്ങ് പൊറുക്കണം. വളരെ വിനയാന്വിതനായി ഒരു കുട്ടിയെ പോലെ മാപ്പ് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും എന്തായി? പരശുരാമൻ്റെ ഭാവം മാറി. കൊല്ലാൻ വന്ന ആളാ, ഉടനെ ആശീർവാദം കൊടുത്തു. യുദ്ധം പ്രഖ്യാപിച്ച് വന്ന ആളാ, പക്ഷേ വിവാഹത്തിന് വേണ്ടുന്ന എല്ലാ ആശീർവാദവും കൊടുത്തിട്ട് പോയി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെ രാമനും ലക്ഷ്മണനെ പോലെ, ലക്ഷ്മണനേക്കാളും അമ്പെടുക്കാനും വില്ലെടുക്കാനും പരശുരാമനോട് വേണമെങ്കിൽ എതിരിടാൻ കഴിയും. യുദ്ധം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, ഭീരുവായതുകൊണ്ടല്ല രാമൻ മാപ്പ് ചോദിച്ചത്. എന്താ കാരണം? സിറ്റുവേഷൻ, വിവാഹാന്തരീക്ഷമാണ്, എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന കുടുംബത്തിലെ ഒരു അന്തരീക്ഷമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം കടന്നു വന്നിരിക്കണേ. അവിടെ തൻ്റെ ആയുധബലമോ യുദ്ധവീര്യമോ അല്ലേ, ഇതൊന്നുമല്ല കാണിക്കേണ്ടേ, ഗർവമല്ല കാണിക്കേണ്ടേ. രാമൻ വിചാരിച്ച വേണമെങ്കിൽ ജയിക്കാനൊക്കെ കഴിയും, പക്ഷേ പരശുരാമൻ്റെ കൂടെയുള്ള യുദ്ധമാണ്, അത് സർവനാശത്തിലേക്ക് പോകുമെന്ന് വിവേകമുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കുടുംബത്തിലായാലും പുറത്തായിരിക്കുമ്പോഴും ചില സ്ഥലങ്ങളിൽ നമ്മുടെ മിടുക്കും സാമർഥ്യവും കഴിവും അഹങ്കാരവും പ്രൗഢിയും ഒന്നും അല്ല കാണിക്കേണ്ടി വരിക. ആ സാഹചര്യങ്ങൾ നോക്കി നമുക്ക് അവിടെ ഏത് സമയത്ത് ഏത് ജ്ഞാനത്തിൻ്റെ പോയിൻ്റ് എടുത്ത് ഉപയോഗിക്കണമെന്ന് ബോധം വേണം. ആത്മാവിൻ്റെ ജ്ഞാനമാണോ ഉപയോഗിക്കേണ്ടേ? കർമ്മഫല ജ്ഞാനമാണോ ഉപയോഗിക്കേണ്ടേ? സദോ ഗുണങ്ങളെയാണോ യൂസ് ചെയ്യേണ്ടത്? അല്ലേ? അതേപോലെ മറ്റൊരു രംഗമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രാമായണത്തിൽ തന്നെ മറ്റൊരു ഇൻസിഡൻറ്റ് നമുക്ക് കാണാൻ കഴിയും. കഥയിൽ സുഗ്രീവൻ ചാടി പുറപ്പെടുന്നത്. രാമൻ വാനരസേനയുമായിട്ട് ലങ്കയുടെ സമീപത്തെത്തി. അപ്പോഴേക്കും ദൂരെ മട്ടുപ്പാവിൽ രാവണൻ നിൽക്കുന്നത് കണ്ടു. അപ്പോഴേക്ക് സുഗ്രീവൻ ഒറ്റ ചാട്ടത്തിന് ആരോടും രാമനോട് പോലും അനുവാദം ചോദിക്കാതെ ചാടി മട്ടുപ്പാവിലെത്തും രാവണനെ എതിരിടാൻ. രാവണൻ മായാവി സംസ്കാരം ഉണ്ടല്ലോ. സുഗ്രീവൻ ഇടിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും എന്താവും? രാവണൻ ഫ്രണ്ടിൽ നിന്ന് അപ്രത്യക്ഷം, പിന്നാലെ വന്നിട്ട് സുഗ്രീവൻ ഒരു ഇടി കൊടുക്കും. സുഗ്രീവൻ തിരിഞ്ഞിടിക്കാൻ നോക്കുമ്പോഴേക്കും രാവണൻ നേരെ അപ്പുറത്ത് പോയിട്ടുണ്ടാവും, വീണ്ടും അവിടെ നിന്ന് ഇടിക്കും. അങ്ങനെ നല്ല ഇടി കൊണ്ട് രാവണൻ്റെ മായാവി പരാക്രമത്തിൽ മതിയായിട്ട് അവസാനം രക്ഷയില്ലാതെ സുഗ്രീവൻ തിരിച്ചെവിടേക്ക് ചാടും? രാമൻ്റെ പാദങ്ങളിൽ വന്ന് മാപ്പപേക്ഷിക്കും, പ്രഭു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാമൻ എന്താ പറയണേ? രാമൻ അവിടെ വെച്ച് എല്ലാവർക്കും ഒരു ഉപദേശം കൊടുക്കണുണ്ട്. നോക്കൂ, നമ്മൾ ഒരു സേനയായിട്ട് വന്നിരിക്കുക. ഒറ്റയ്ക്കാണെങ്കിൽ രാമനും യുദ്ധം ചെയ്യാൻ രാവണനോട്, ലക്ഷ്മണനും ശക്തിയുണ്ട്, ഹനുമാനും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലേ, സുഗ്രീവനും ചെയ്യാം, അംഗദനും ചെയ്യാം. പക്ഷെ ആരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് യുദ്ധത്തിനല്ല നമ്മൾ വന്നത്. നമ്മളൊരു സൈന്യമായിട്ട് വരുമ്പോൾ സൈന്യത്തിനൊരു വിധിയുണ്ട്. നമ്മൾ കൂടിയാലോചിച്ച് ആ വിധിപൂർവം വേണം യുദ്ധം ചെയ്യാൻ പോകാൻ. അനുവാദവും ചോദിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ഇതേപോലെ നമ്മളും മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ നമുക്ക് കഴിവുണ്ട് പറഞ്ഞിട്ട് എടുത്തു ചാടാൻ പാടില്ല. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ കൂട്ടായ്മയോട് കൂടിയിട്ട് കുടുംബത്തിലായാലും എവിടെയാണെങ്കിലും എല്ലാവരോടും ആലോചിച്ച് മനസ്സിലാക്കി ഒരു തീരുമാനം എടുത്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിനുശേഷം രാമൻ പറഞ്ഞു, നോക്കൂ, നമ്മൾ ആദ്യം യുദ്ധം ചെയ്യാനും എന്നതല്ല, ഫസ്റ്റ് നമ്മൾ യുദ്ധത്തിന് മുമ്പ് നമ്മളൊരു സന്ധി സംഭാഷണം നടത്താം രാവണനോട്. രാവണൻ അങ്ങനെ സീതയെ യുദ്ധമില്ലാതെ വിട്ടുതരണേ വരട്ടെ. യുദ്ധത്തിന് വന്നതല്ല, നമ്മൾ സീതയെ കൊണ്ടുപോകാൻ വന്നതാ. അപ്പോൾ രാമദൂതുമായിട്ട് പോകാൻ ഒരാളെ നിശ്ചയിച്ചു.
അവസാനം അംഗദൻ ഞാൻ പോകാമെന്ന് ഏറ്റു. അംഗദൻ രാമൻ്റെ ആശീർവാദത്തോടു കൂടി പോയി രാവണൻ്റെ മുന്നിൽ കൊട്ടാരത്തിലെത്തി. പറഞ്ഞു, ഞാൻ സന്ധി സംഭാഷണത്തിന് വന്നതാണ്. പക്ഷേ രാവണന് യാതൊരു മര്യാദയും കൊടുത്തില്ല. സന്ധി സംഭാഷണത്തിന് വന്ന ദൂതൻ ഇരിക്കാൻ ഒരു ഇരിപ്പിടം പോലും കൊടുത്തില്ല. അപ്പം അംഗദൻ എന്ത് ചെയ്തു? സ്വന്തം വാലുകൊണ്ട് ഇരിപ്പിടം ഉണ്ടാക്കി. രാവണൻ്റെ ഇരിപ്പിടത്തിനേക്കാൾ ഹൈറ്റിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്രകാരം രാമദൂതനായി വന്നിരിക്കുകയാണ്. അങ്ങ് സീതയെ വിട്ടുകൊടുക്കൂ. രാമൻ യാതൊരു യുദ്ധവും ചെയ്യില്ല. ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു പോകാം. അങ്ങേക്ക് രാമൻ്റെ ആശീർവാദവും കിട്ടും. പക്ഷേ അല്ലേ, രാവണൻ തയ്യാറായില്ല. പിന്നെന്ത് ചെയ്തു? അവസാനം അംഗദൻ പറഞ്ഞു. അംഗദൻ സീറ്റിൽ നിന്നിറങ്ങിയിട്ട് ഒരു ചുവട് വെച്ചു. താഴെ നിന്നിട്ട് പറഞ്ഞു, ശരി, എൻ്റെ ഈ കാല് നിങ്ങൾക്ക് പിടിച്ചളക്കാൻ പറ്റുമെങ്കിൽ ഞാനും രാമൻ്റെ സേനയും ഞങ്ങൾ യുദ്ധം പോലും ചെയ്യാതെ തിരിച്ചു പോവാം. ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ട് ചുവട് വെച്ചു. ഇളക്കാൻ പറ്റുമെങ്കിലൊന്ന് കാലിളക്കൂ പറഞ്ഞു. എല്ലാവരും കൊട്ടാരത്തിൽ ഓരോരോ ഭടന്മാരും വന്നു തൂക്കി. ആർക്കും ഇളക്കാൻ പറ്റിയില്ല. എല്ലാവരും പരാജയപ്പെട്ടിട്ട് അവസാനം സ്വയം രാവണൻ വരെയാണ് കാല് പിടിച്ചിളക്കാൻ. പക്ഷേ അപ്പം അംഗദൻ എന്ത് പറഞ്ഞു? വേണ്ട, അങ്ങ് രാജാവാണ്, അങ്ങ് എൻ്റെ കാലല്ല പിടിക്കേണ്ടത്, അങ്ങ് രാമൻ്റെ കാല് പിടിക്കും, ആശീർവാദം കിട്ടും. അത് പറഞ്ഞിട്ട് അംഗദൻ തിരിച്ചു പോവാണ്. അവിടെ എത്തുമ്പോൾ രാമൻ്റെ അടുത്തുനിന്ന് ആശീർവാദം കിട്ടും. അപ്പോൾ എല്ലാവരും വന്നിട്ട് വാനര സൈന്യത്തിൽ ഓരോരുത്തരും ചോദിച്ചു, അംഗദ, നീ എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത്? അവിടെ പോയി കാലെടുത്ത് വെച്ചിട്ട് ഈ കാലിളക്കൂ, നിങ്ങൾ കാലിളക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന്, യുദ്ധത്തിനും വരില്ല, സീതയെ ചോദിക്കില്ല എന്നൊക്കെ എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത് ചോദിച്ചു. നിൻ്റെ കാലിളക്കിയിരുന്നെങ്കിലോ? അപ്പം അംഗദൻ എന്താ പറഞ്ഞത്? ജയ് ശ്രീരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാല് വെച്ചത്. എൻ്റെ കാലിൻ്റെ മേലെയുള്ള ശക്തിയിലല്ല, എൻ്റെ ധൈര്യത്തിലും അല്ല, രാമൻ്റെ ശക്തിയിലാണ് ഞാൻ ചുവട് വെച്ചത്. രാമൻ്റെ മേലെയുള്ള ഉറച്ച വിശ്വാസം. എനിക്കറിയാം ഈ കാല് ഇളക്കാൻ ഭഗവാൻ ഒരിക്കലും അനുവദിക്കില്ല. പരമാത്മാവിൻ്റെ മേലെയുള്ള എൻ്റെ വിശ്വാസമാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ട. പല സിറ്റുവേഷനിലും നമുക്ക് ധൈര്യത്തിൻ്റെ ചുവട് വയ്ക്കുമ്പോൾ ഞാൻ എന്നുള്ള ഗർവ് മാത്രമല്ല, നമുക്കെന്തുണ്ടാകണം? അല്ല, ചെയ്യിപ്പിക്കുന്ന ആൾ, ശക്തി നൽകുന്ന ആൾ, ബുദ്ധി നൽകുന്ന ആൾ, സർവശക്തിവാനെ കൂട്ടുകാരനാക്കി കൂടെ വയ്ക്കുമ്പോൾ ആ സർവശക്തികളിലുള്ള ധൈര്യം, വിശ്വാസം നമ്മളെ ഏത് സാഹചര്യത്തിലും ശത്രുവിൻ്റെ കോട്ടയ്ക്കുള്ളിലും നമുക്ക് ധൈര്യം നൽകുന്നത് അതാണ്. അതുകൊണ്ടിവിടെ നമുക്ക് ജ്ഞാനത്തെ എപ്പോൾ, എങ്ങനെ, ഏത് തരത്തിൽ ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇന്നലെ ഞാനൊരു ചോദ്യം ഉണ്ടായിരുന്നു, ആരോ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു 2-3 പേര്, ആത്മഹത്യയെക്കുറിച്ച് പറയണമെന്ന്. ജസ്റ്റ് അതാദ്യം നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. 2 തരത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞുവല്ലോ, ജ്ഞാനത്തെ എപ്പോൾ, എവിടെ, എങ്ങനെ ഉപയോഗിക്കണം. അപ്പം ആത്മഹത്യയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും 2 തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ ഏത് ചോദ്യമാണ് ചോദിച്ചതെന്ന് അതിൽ വ്യക്തമല്ല എങ്കിലും, നിങ്ങളുടെ ആരുടെയാണ് ചോദ്യമെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കിക്കോളൂ. ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും എവിടെയെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിഷമം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, അതിൻ്റെ വിഷമം തീർക്കാനുള്ള ചോദ്യമായിരിക്കാം. ഒരു പക്ഷേ അല്ലെങ്കിൽ രണ്ടാമത് ഇങ്ങനെ ഉണ്ടാകാം, നിങ്ങൾക്ക് സ്വയം എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യണമെന്ന തോന്നലുണ്ടായിപ്പോയെങ്കിൽ അതിനെക്കുറിച്ചുമായിരിക്കാം. 2 സാധ്യതകളാണ്. അപ്പോൾ ഈ 2 ചോദ്യത്തിന് 2 ഉത്തരമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പം നിങ്ങൾക്കുള്ളത് ഏതാണോ അത് നിങ്ങൾ ആ മരുന്നെടുത്ത് സ്വീകരിക്കും. ആദ്യം നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത്, ആത്മഹത്യ ആ വാക്ക് തന്നെ തെറ്റാണ്. എന്താ കാര്യം? ആത്മാവിനെ ഹത്യ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ ആത്മാവല്ലേ. ആത്മാവ് അനശ്വരനാണ്. അതല്ലേ നമ്മൾ ചിത്രത്തിൽ പഠിച്ചത്, കണ്ടത് അല്ലേ? ഇന്നലെ മഞ്ഞാന്ന് നമ്മൾ പഠിച്ചുവല്ലോ. തുടക്കം മുതലേ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ആത്മാവിന് 5 തത്വങ്ങൾക്കും നശിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ? ആത്മാവ് ഊർജമാണ്, ആത്മീയ ഊർജമാണ്. ഒരു ഭൗതിക ശക്തിക്കും എന്നെ നശിപ്പിക്കാൻ പറ്റില്ല.
എങ്ങനെയുള്ള മരണമാണെങ്കിലും ശരീരമേ മരിക്കുള്ളൂ. ഞാൻ അനശ്വരനാണ്. അപ്പോൾ വാക്ക് കുറച്ചും കൂടെ തിരുത്തണം. ആത്മഹത്യയല്ല ചെയ്യുന്നത്, ഏതാണ്? ശരീരഹത്യയാണ്. അത് തൂങ്ങി മരണമാണെങ്കിലും വിഷം കുടിച്ചാൽ ഏത് സാധനം ആയിക്കോട്ടെ ഉപയോഗിച്ചത് ശരീരത്തെയാണ് നശിപ്പിക്കണേ. ശരീരം നശിക്കുമ്പോൾ ആത്മാവ് അതിൽ നിന്ന് ഇറങ്ങും. അത് സ്വാഭാവിക മരണത്തിലായാലും അങ്ങനെയാണ്. അസുഖം വന്നൊരാൾ മരിച്ചാൽ ശരീരം കേടുവരുമ്പോൾ ആത്മാവ് അതിൽ നിന്ന് ഇറങ്ങും. മരണമാണ് അല്ലേ? ഇനി ആത്മഹത്യ എപ്പോഴാണ് ചെയ്യുക? ദുഃഖം താങ്ങാനാവാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരാശ, വിഷാദം, ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യാൻ എല്ലാ വാതിലും അടഞ്ഞു എന്ന് തോന്നുന്ന ഒരു നിമിഷം, ഒരു ദുർബല നിമിഷത്തിലെടുക്കുന്ന ദുർബലമായ ഏറ്റവും വലിയ മണ്ടത്തരമായ ഒരു തീരുമാനമാണ് നമ്മളെടുക്കുന്ന ആത്മഹത്യയുടെ തീരുമാനം. എന്താ കാര്യം? ആത്മഹത്യ കൊണ്ട് നമുക്കൊരു ദുഃഖത്തിനും പരിഹാരമാവില്ല. സൊല്യൂഷൻ അല്ലാതെ കൂടുതൽ കൺഫ്യൂഷൻസ്, പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യണം. കൂടുതൽ ദുഃഖത്തെ ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യണം. ആത്മഹത്യ അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോളൂ, ആത്മാവ് അല്ലേ, ആത്മാവിനെ നമ്മളെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്, സമാധാനമായിട്ട് എപ്പോഴും ഇരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഭയങ്കരമായ സമാധാനക്കേട് വരുമ്പോൾ നമ്മൾ ജീവിതത്തെ തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കണം. ഇങ്ങനെ ദുഃഖിച്ചെനിക്ക് ജീവിക്കണ്ട. എൻ്റെ അർത്ഥം എന്താ? എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം, സുഖമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. അതുകൊണ്ട് ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ എനിക്ക് സമാധാനം കിട്ടും എന്ന തെറ്റായ ധാരണ. അതുകൊണ്ടാണ് സിസ്റ്റർ മണ്ടത്തരെന്ന് പറഞ്ഞത്, വെട്ടിത്തരെന്ന് പറഞ്ഞത്. തെറ്റായ ധാരണ. മരിച്ച സുഖമായി അല്ലല്ലോ. നമ്മൾ മനസ്സിലാക്കിയില്ലേ, ഞാൻ മരിക്കില്ലല്ലോ, ശരീരത്തെയല്ലേ നശിപ്പിക്കുള്ളൂ. എനിക്ക് വീണ്ടും എന്ത് ചെയ്യണം? ഒരു വസ്ത്രം മാറി അടുത്ത വസ്ത്രം എടുക്കണം. അപ്പം ഞാൻ എങ്ങനെയാണ് പോണേ? സഞ്ചിയിലാക്കിക്കൊണ്ടല്ലേ പോണേ. ഈ ശരീരത്തെ നശിപ്പിച്ചു. നമ്മളൊരാളെ കൊല്ലുന്നത് പോലെ, കൊല്ലുമ്പോൾ കൊലയാളിയെ ശിക്ഷിക്കുന്നത് പോലെ ഞാൻ തന്നെ എൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു കൊലപാതകമാണ്. അപ്പം അതിനും കൂടിയുള്ള ശിക്ഷ ഈ സഞ്ചിയിലാക്കിയിട്ട് കൊണ്ടുപോവുകയല്ലേ. അപ്പോൾ ഒരു കണക്കും കൂടെ കൂട്ടിയിട്ട് പോവുക. ഓൾറെഡി ഉള്ള ദുഃഖത്തിൻ്റെ കണക്ക് പ്ലസ് ഈ ചെയ്ത വികർമ്മം. കാരണം വികാര വിക്ഷോഭത്തിന് അടിമപ്പെട്ടെടുത്ത തീരുമാനമല്ലേ. ഒന്നീ ദേഷ്യം വന്നിട്ട്, അല്ലെങ്കിൽ സങ്കടം വന്നിട്ട്, അല്ലെങ്കിൽ വിഷാദം വന്നിട്ട്, ഇതെല്ലാം നെഗറ്റീവ് വികാര വിക്ഷോഭങ്ങളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, വികാരങ്ങൾക്ക് അടിമപ്പെട്ടെടുക്കുന്ന കർമ്മങ്ങളെല്ലാം വികർമ്മമാണ്. അപ്പോൾ ആ വികർമ്മ ഈ സഞ്ചിയിൽ വീഴുമ്പോൾ എന്താകും? അതിൻ്റെയും കൂടി അക്കൗണ്ട് ഇവിടേക്കുണ്ട്. അപ്പോൾ ആ കണക്കും കൂടെ നമുക്ക് എക്സ്ട്രാ സെറ്റിൽമെൻറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ പരിഹാരമാണോ? അല്ല. വീണ്ടും അടുത്ത ശരീരം എടുക്കണം അല്ലേ. ശരീരം എങ്ങനെ എടുക്കും? ഈ വികർമ്മം ചെയ്ത വാസനയോട് കൂടിയിട്ടല്ലേ പോകുമ്പം പോകണേ. അപ്പം ജന്മം എങ്ങനെ ഉണ്ടാവും? ഈ വാസനയ്ക്കനുസരിച്ച് ജന്മമല്ലേ നമുക്ക് വരുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടേ, ആത്മഹത്യ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിഹാരമല്ല. എത്രയോ പരിഹാര മാർഗങ്ങളുണ്ട്, നല്ല മാർഗങ്ങൾ, പോസിറ്റീവ് മാർഗങ്ങൾ. ഇതും ഇപ്പം നോക്കൂ, നമ്മളെല്ലാവരും എന്നും ഈ സത്സംഗത്തിലിരിക്കണം അല്ലേ. ഈ സത്സംഗം ഒരു പരിഹാരമാണ്. ഏതിന്? ആത്മഹത്യാ പ്രവണതയുള്ള എത്രയോ പേർക്ക് ഈ സത്സംഗം ആരംഭം മുതൽ കേൾക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർക്ക് അങ്ങനെ ഏത് സാഹചര്യത്തിലൂടെ എത്ര ഇരുട്ടിലൂടെ കടന്നു പോയാലും തോന്നൽ പോലും വരില്ല സ്വന്തം ശരീരത്തെ നശിപ്പിക്കണമെന്ന്. കാരണം എന്താ? നമ്മൾ തിരിച്ചറിഞ്ഞുവല്ലോ, ഞാൻ അനശ്വര ആത്മാവാണ്. ഞാൻ വീണ്ടും ശരീരം എടുക്കും, പോകുമ്പോൾ ഇതൊക്കെ സഞ്ചിയിൽ കൊണ്ടുപോകും അല്ലേ. അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ല എന്ന ബോധം ഉണ്ടാകും. മാത്രമല്ല വെളിച്ചം കിട്ടും സത്സംഗത്തിലൂടെ. അപ്പോൾ ഏത് ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലും വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാനുള്ള വഴി കിട്ടുന്നത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയും. എത്രയോ പേര് നേരിട്ട് അനുഭവം പറയാറുണ്ട്, ഫോണിൽ പറയാറുണ്ട്, മെസ്സേജുകൾ അയക്കാറുണ്ട്. സിസ്റ്ററെ, എല്ലാവരോടും പറയാറുണ്ട്. നമ്മുടെ ലോകം മുഴുവൻ 145ഓളം രാജ്യങ്ങളിൽ നമ്മുടെ സേവാ കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും ഗ്രാമങ്ങളിൽ ബ്രഹ്മകുമാരീസിൻ്റെ സത്സംഗങ്ങളുണ്ട്. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മൾ തുറന്ന് പ്രവർത്തിക്കണില്ല, എല്ലാ ക്ലാസ്സുകളും ഓൺലൈനാണ്. പക്ഷേ ഈ കഴിഞ്ഞ 85 വർഷം കൊണ്ട്, അതിലൊരു 40-50 വർഷം കൊണ്ട് കേരളത്തിൽ സേവനമുണ്ട്.
ഈ 1.5 വർഷം കൊണ്ട് മാത്രമാണ് ഓൺലൈൻ സേവനങ്ങൾ. പക്ഷേ എല്ലാ ജില്ലകളിലും കേരളത്തിലാണെങ്കിലും ലോകം മുഴുവൻ എത്ര പേര് അനുഭവം പറയാറുണ്ടെന്ന് പറയോ? ഈ ഓൺലൈനിൽ പോലും സത്സംഗങ്ങൾ, ഡെയിലി ക്ലാസ്സുകൾ കേട്ടിട്ട് മെഡിറ്റേഷൻ അഭ്യസിച്ചിട്ട് എത്രയോ പേര് ആത്മഹത്യയുടെ വക്കത്തുനിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് കുടുംബസമേതം. എത്ര പേര് ഡൈവോഴ്സിൻ്റെ വക്കത്തുനിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കുന്നിട്ട് അവർ വിളിക്കുന്നതേ അത് പറയാനാണ്, നന്ദി പറയാനാണ്. ജീവിതം തിരിച്ചു തന്നതിന് ഈശ്വരനോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്, ഇങ്ങനെ ഒരു സത്സംഗത്തിലൂടെ വെളിച്ചം തന്നതിന്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആത്മഹത്യയല്ല പരിഹാരം, പിന്നെയോ അനേക മാർഗങ്ങൾ നമുക്കുണ്ട് ജീവിതത്തിലേക്ക് വെളിച്ചത്തിലേക്ക് തിരിച്ചു വരും. ഒരു പരീക്ഷയ്ക്ക് എത്ര മണ്ടത്തരങ്ങൾ നമ്മൾ കേട്ടിട്ട്, ഒരു പരീക്ഷയ്ക്ക് തോറ്റെന്ന് പറഞ്ഞിട്ട് പോലും കുട്ടികൾ പോയിട്ട് ചെയ്യാറുണ്ട് ആത്മഹത്യ. ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റും. എന്തോരം മണ്ടത്തരം! പരീക്ഷ അങ്ങ് കഴിഞ്ഞു, ഇനി എത്ര നാൾ പഠിക്കാം, എത്ര പരീക്ഷകളുടെ അവസരമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഈ സമയത്ത് നിങ്ങളെല്ലാ സഹോദരാത്മാക്കളോടും നിങ്ങളുടെ ആത്മസഹോദരി എന്ന നിലയിൽ നിങ്ങളോട് എല്ലാവരോടുമുള്ള അഭ്യർത്ഥന, ജീവിതത്തിൽ ഏത് സാഹചര്യം വന്നാലും, ചില ദുർബല നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കടന്നു വരാം, പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്കെല്ലാവർക്കും വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും മനസ്സിൽ തോന്നുന്നത് ചെയ്യരുത്. നമ്മുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, മനസ്സ് തോന്നും മതി ജീവിതം അവസാനിപ്പിക്കുക, എങ്ങനെയാണ് ദുഃഖിച്ച് ജീവിക്കുക. ഉടനെ ബുദ്ധിപരമായി തീരുമാനം എടുക്കും. ബുദ്ധി ഇടപെടണം. ഇല്ല, ഞാൻ ഈ ശരീരത്തെ നശിപ്പിക്കണം, എനിക്ക് വീണ്ടും പോയി ജന്മം എടുക്കേണ്ടി വരും, ഈ ഉണ്ടാക്കിയ കണക്കും കൂടെ എനിക്ക് വീണ്ടും തീർക്കേണ്ടി വരും, സഞ്ചിയിലാക്കി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ ശരീരത്തെ ഹത്യ ചെയ്യാൻ, നശിപ്പിക്കാൻ പാടില്ല. ഇത് ഏറ്റവും വലിയ തെറ്റാണ്. ഒരു തെറ്റുകൊണ്ട് എനിക്കൊരു ശരിയിലേക്ക് പോകാൻ പറ്റില്ല എന്ന ബുദ്ധിപരമായ തീരുമാനം എടുത്ത് പ്രതിസന്ധിക്കുള്ള പരിഹാരം തീർച്ചയായും പല പോസിറ്റീവായിട്ടുള്ള മാർഗങ്ങളുണ്ട്. നിത്യേന സത്സംഗത്തിലൂടെ നിങ്ങൾക്ക് ബുദ്ധിക്ക് ആ പ്രകാശം ഭഗവാൻ തന്നുകൊണ്ടിരിക്കും. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ സ്വയം ഭഗവാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ സമയത്ത് വെളിച്ചം തരാൻ. ആ മാർഗം സ്വീകരിച്ച് ജീവിതത്തിൻ്റെ വെളിച്ചത്തിലൂടെ യാത്ര ചെയ്യൂ. ആരെങ്കിലും അങ്ങനെ വിഷമിച്ചിരിക്കുന്നെങ്കിൽ അവർക്കും നിങ്ങൾ വെളിച്ചം തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കും. രണ്ടാമത്തെ അടുത്ത പോയിന്റ് നമ്മൾ തിരിച്ചറിയേണ്ട, ആത്മഹത്യ എന്തുകൊണ്ടാണ് വിഡ്ഢിതരമെന്ന് പറയണമെന്ന് മനസ്സിലായോ? ഞാൻ ശരീരമാണെന്ന ബോധത്തിലിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ നശിപ്പിക്കണം. ഞാൻ ആത്മാവാണെന്ന ബോധത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും നമുക്ക് ആ സങ്കല്പം പോലും വരില്ല, ഒരിക്കലും വരില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനം എന്താണ്? അതിനാണ് ആത്മജ്ഞാനം നമുക്ക് കിട്ടിയത്. ആത്മാവാണെന്ന ബോധത്തിൽ ജീവിക്കാൻ ആരംഭിക്കുക. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി അടുത്തൊരു ആത്മഹത്യ ചെയ്തു എന്നിരിക്കട്ടെ, അതുകൊണ്ട് നമുക്ക് നമ്മൾ ചെയ്ത തെറ്റിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം മരണം പലതരത്തിലുണ്ടാവും. അപ്പം നമുക്ക് പ്രായം വന്നിട്ട് മരിക്കാം, രോഗം വന്നിട്ട് മരിക്കാം, അപകടത്തിൽ മരിക്കാം. അതേപോലെ ഒരു മരണമാണ് ആത്മഹത്യ. പക്ഷേ വ്യത്യാസം എന്താണ്? മറ്റേത് സ്വാഭാവിക പ്രക്രിയയാണ്. സമയമാകുമ്പോൾ ശരീരം വിടണു, നമ്മൾ പോകണം. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, ഇപ്പോൾ ഒരാളെ കൊന്നു എന്നിരിക്കട്ടെ, എന്നിട്ട് അയാൾ സ്വമേധയാ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാണ് പോലീസുകാരോട്, സാറേ ഞാനിങ്ങനെ ഒരാളെ കൊന്നിട്ട് വരികയാണ്. സ്വയം തെറ്റ് സമ്മതിക്കണം. നമ്മൾ പറയില്ലേ, സ്വയം തെറ്റ് സമ്മതിച്ച് മാപ്പ് സാക്ഷിയായിട്ട് മാറുകയാണ്. അപ്പോഴേ അയാൾക്ക് ശിക്ഷ കിട്ടാതെ വരില്ല. ശിക്ഷ കിട്ടും, പക്ഷേ പോലീസുകാർക്ക് പോലും സ്നേഹമായിരിക്കാം. ജയിലിൽ പോയാലും എല്ലാവർക്കും സ്നേഹം ഉണ്ടാവും. ജഡ്ജി വിധി പറയുമ്പോഴും, കാരണം അയാൾ സ്വന്തം തെറ്റ് ഏറ്റു പറഞ്ഞു, സത്യസന്ധമായിട്ട് പെരുമാറി, ഒളിച്ചു വെച്ചില്ല തെറ്റ് ചെയ്തിട്ട്, അല്ലേ? അപ്പോൾ എത്ര വർഷം അയാൾക്ക് 10 വർഷം ജയിൽ ശിക്ഷ കിട്ടിയെന്നിരിക്കട്ടെ, ശിക്ഷ എന്തായാലും ഉണ്ടാവും കർമ്മത്തിന്. പക്ഷേ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും അദ്ദേഹത്തോട് കൊലയാളി ആണെങ്കിൽ പോലും എല്ലാവർക്കും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും. സത്യം പറഞ്ഞല്ലോ, ആർക്കും അതുകൊണ്ട് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. തെളിയിക്കാൻ, ഇയാളെ കുറ്റവാളിയെ പിടിക്കാൻ, പിന്നെ തെളിവുകൾ കണ്ടുപിടിക്കാൻ സ്വയം സമ്മതിച്ചു. ഇനി നേരെ മറ്റൊരാൾ
കൊന്നു, എന്നിട്ട് ഒളിച്ചിരുന്നു. പല സ്ഥലങ്ങളിൽ രാജ്യം മാറി, സ്റ്റേറ്റ് മാറി, അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരുന്ന് പല ഫോഴ്സുകൾ റെഡിയാക്കേണ്ടി വന്നു പോലീസുകാർക്ക് ഇയാളെ കണ്ടുപിടിക്കാൻ, പിന്നെ ഇയാളുടെ കേസ് വിസ്തരിക്കാൻ. അപ്പോഴും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക, പുറത്തേക്ക് വരുന്നില്ല. പല തെളിവുകളും കൊണ്ടുവന്ന് വിസ്തരിച്ച് അവസാനം തെറ്റ് തെളിയിക്കാൻ വേണ്ടി. അപ്പോൾ ആ പ്രക്രിയയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോരുത്തർക്കും അല്ല എത്ര ദേഷ്യം വരും. അപ്പോൾ അത്രയും ഉപദ്രവവും കൂടി ഇയാൾക്ക് കിട്ടും ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴും. കാരണം ഇയാളെ കൊണ്ട് സത്യം പറയിക്കണ്ടേ, എന്നാലല്ലേ അല്ലേ കേസ് വിസ്താരത്തിലേക്ക് പോകുള്ളൂ. അപ്പോഴാ പ്രോസസ്സിങ് മുഴുവൻ കൂടുതൽ കൂടുതൽ പീഡനത്തിൻ്റെ ആയിരിക്കും. ഇതേപോലെ നമ്മൾ ആത്മഹത്യ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടേ, ഇപ്പോൾ ഈ സത്സംഗം ആത്മഹത്യ ചെയ്ത് പോയവരാരും കേൾക്കില്ല, സിസ്റ്റർക്കറിയാം. പക്ഷേ നമ്മൾ ഓരോരുത്തരും, ശരീരത്തിലിരിക്കുന്നവർ ഓരോരുത്തരും ഇത്രയും അവെയറായിരിക്കണം. ഈ പ്രപഞ്ച കോടതിയിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. സാധാരണ നമുക്കറിയാം, ഒരു കേസിൽ നിന്ന് ഒളിച്ചോടിയാൽ 10 വർഷം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞും തെളിയിക്കപ്പെടുന്നുണ്ട്. അപ്പോഴെല്ലാവരും പറയാറില്ലേ, പോലീസിനെ മറച്ചാലും വക്കീലിനെ ഒളിപ്പിച്ചാലും ജഡ്ജിൻ്റെ മുന്നിൽ ഒളിപ്പിച്ചാലും എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ച് കേസുകൾ കൊണ്ടുപോയാൽ ശരി, ശിക്ഷയിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു എന്നിരിക്കട്ടെ, തെറ്റ് ചെയ്തിട്ട് ആൾക്കാർ പറയില്ലേ, മനസ്സാക്ഷി കോടതിക്ക് മുന്നിൽ മറയ്ക്കാൻ ആർക്കും കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആളുടെ വിധി കൽപ്പിക്കലുണ്ടാവും. അതിൻ്റെ ഇടയിൽ ആൾ മരിച്ചു എന്നും ഇരിക്കട്ടെ, ശിക്ഷയൊന്നും കിട്ടാതെ. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, സഞ്ചിയിലാക്കി എന്താ കൊണ്ടുപോകണേ, ഈ കർമ്മമാണ്. കർമ്മം തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ഇത്രയും മറപ്പിച്ചിട്ട് പോയേ, അതിൻ്റെ എല്ലാം കൂടി ചേർത്തുള്ള കണക്ക് അടുത്ത. അപ്പോഴാണ് ജന്മനാ തന്നെ പലതരത്തിലുള്ള കഷ്ടനഷ്ട ദുരിതങ്ങളിൽ പോയി ജന്മം എടുക്കേണ്ടി വരുന്നത്. പിന്നെ അയ്യോ എനിക്കെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സഞ്ചിയിലാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ പറഞ്ഞല്ലോ, ഈ യൂണിവേഴ്സ് ഒരു വലിയ ബാങ്കാണ്. ഈ ബാങ്കിലെ ഇടപാടുകാരാണ് നമ്മൾ. ഈ യൂണിവേഴ്സൽ ബാങ്കിലെ ഇടപാടുകാരായ നമ്മളെ ഈ പ്രപഞ്ച കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല നമുക്കാർക്കും. നമ്മളിവിടെ എല്ലാവരെയും മറച്ചാലും ഇവിടെ ഒന്നും മറയില്ല, ഇവിടെ എല്ലാം പ്രിൻ്റ് ഉണ്ട്. ഇവിടെ ഒരിക്കലും ഡിലീറ്റ് ആവില്ല. ഡിലീറ്റ് ആവുന്ന എപ്പോൾ മാത്രമാണ്, അനുഭവിച്ച് തീരുമ്പോൾ മാത്രമേ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ആകുള്ളൂ. സെറ്റിൽമെൻറ്റ് നടന്നു കഴിയുമ്പോൾ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, 2 തരത്തിൽ സെറ്റിൽമെൻറ്റ്. ഒന്നീ ഭോഗം അനുഭവിച്ച് തീർക്കുക, അല്ലെങ്കിൽ യോഗം മെഡിറ്റേഷൻ ചെയ്ത് സത്കർമ്മങ്ങൾ ചെയ്ത് ആ പോസിറ്റീവ് എനർജിയുടെ ബലത്താൽ നെഗറ്റീവിൻ്റെ എഫക്റ്റ് നമുക്ക് കുറച്ച് കുറഞ്ഞ് കിട്ടും. കംപ്ലീറ്റ് കുറയുന്നു എന്നല്ല, കുറച്ച് കാഠിന്യം കുറയും അല്ലേ. അപ്പോൾ പ്രപഞ്ച കോടതിയിൽ നമുക്ക് ശിക്ഷയിൽ നിന്ന് മുക്തമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്താ കാര്യം? ഒരു ശരീരം വിട്ടു ആത്മഹത്യ ചെയ്തു, ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ കടത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആത്മഹത്യ ചെയ്തത്. പക്ഷെ അടുത്ത ശരീരം എടുക്കണമല്ലോ, അടുത്ത ശരീരം എടുക്കണ്ടേ? മരിച്ചാൽ ജനിക്കും. അപ്പോൾ എവിടെ പോയി ജനിക്കും? ഈ വാസനയ്ക്കനുസരിച്ചുള്ള ദേശം, രാജ്യം അല്ലേ, അമ്മ അച്ഛൻ, അവിടെ പോയിട്ടല്ലേ ജനിക്കുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയുണ്ടാവും നമ്മുടെ ശരീരം, എങ്ങനെയുണ്ടാവും ജന്മം. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തു നിന്ന് ഒരു രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ, നമുക്ക് ഇന്ത്യയിൽ നിന്ന് എന്തിന് 4 മണിക്കൂർ ദൂരെയുള്ള ദുബായിലേക്ക് പോകണമെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടും വേണം, ദുബായിൽ നിന്നുള്ള വിസയും വേണം, വേണ്ടേ? ഇവിടുന്ന് ക്ലിയറൻസ് വേണം, നമ്മളിവിടുത്തെ പൗരനാണ്. അവിടുന്ന് വിസ വേണം അവിടേക്ക് ഇറങ്ങണമെങ്കിൽ. അതേപോലെ നമ്മളൊരു ശരീരം വിട്ട് അടുത്ത ശരീരം എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലും പാസ്പോർട്ടും വിസയെല്ലാം ക്ലിയറൻസ് ഉണ്ടായിരിക്കണം. എല്ലാം ഈ സഞ്ചിയിലുള്ളത് നമുക്കതിനനുസരിച്ചാണ് നമുക്ക് അടുത്ത എൻട്രി കിട്ടണം. ഇവിടുന്ന് പോകുമ്പോൾ അല്ലേ, ഇവിടുന്ന് വിടുന്നതിൻ്റെയും അവിടേക്ക് പ്രവേശിക്കുമ്പോഴും ഉള്ള ക്ലിയറൻസ്, പാസ്പോർട്ടും വിസയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആധാർ കാർഡിലെല്ലാം ക്ലിയറാണ്. നമ്മൾ ഒളിപ്പിച്ചു, നമ്മൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം എവിടെയുണ്ട്? ഈ ആധാർ കാർഡിലെല്ലാം ഉണ്ട്. അതിനനുസരിച്ചാണ് നമുക്ക് അടുത്ത എൻട്രി കിട്ടണത്. അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള മണ്ടത്തരം ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കരുത്. ആരെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉറങ്ങണതിന് മുമ്പ് സർവശക്തിവാനായ പരമാത്മാവിനും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ രക്ഷിതാക്കളുടെയും പേരിൽ ഒരു കത്തെഴുതി വയ്ക്കൂ. എപ്പോഴെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട്, മാപ്പ് ചോദിച്ചുകൊണ്ട് എല്ലാവരോടും
സമസ്ത പ്രപഞ്ചത്തോടും മാപ്പ് ചോദിച്ചുകൊണ്ടൊരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഇനി ഒരിക്കലും അങ്ങനെയുള്ള ഒരു സങ്കല്പം പോലും എൻ്റെ മനസ്സിൽ കൊണ്ടുവരില്ല എന്ന് നമ്മളോട് ആദ്യം മാപ്പ് ചോദിക്കുക, ബന്ധുമിത്രാദികളോടെല്ലാം മാപ്പ് പറയുക, ഈശ്വരനോട് മാപ്പ് പറയുക, ഒരു കത്തെഴുതി എന്ന് വയ്ക്കുക. അതാണ് ഇന്നത്തെ ഫസ്റ്റ് ഗ്രഹപാഠം. നോട്ട് ചെയ്തു. എപ്പോഴെങ്കിലും സങ്കല്പം വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിൻ്റ്, ഇനി ശരീരത്തിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് പോകുമ്പോൾ അല്ലേ കടം കൂടുതല, ഭാരം കൂടുതല, അതുകൊണ്ട് ജന്മഭാരം കൂടും. അതുകൊണ്ട് കടം കൂടുതലുണ്ടാക്കിയിട്ട് പോകാതിരിക്കുക. ഇനി ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ ആത്മഹത്യ ചെയ്തു പോയി, അപ്പോൾ ആത്മാവ് വീട്ടിൽ തന്നെ അലഞ്ഞു തിരിയോ, എന്ത് സംഭവിക്കും? കാരണം പല സംഭവങ്ങളും കഥകളും നമ്മൾ പല തരത്തിൽ കേട്ടിട്ടുണ്ട്. പലരും പറഞ്ഞ് അവരലയും തിരിയും, ഭൂതമാകും, പ്രേതമാകും. നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയില്ലേ ആത്മാവ് എന്താണെന്ന്? ആത്മാവ് ഭൂതവും പ്രേതവും ഒന്നുമല്ല. ആത്മാവ് ഒരു ഊർജ്ജമാണ്, ഒരു എനർജിയാണ്. നമ്മളൊരു ആത്മാവാണ്, ശരീരത്തിൽ നിന്ന് ഇറങ്ങി അവരൊരു ആത്മാവാണ്. അവർ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ വേറൊന്നും ആവുമൊന്നുമില്ല. അവരും ആര് തന്നെ നമ്മളെപ്പോലെ ഒരു ഊർജ്ജമാണ് അല്ലേ. അവർ ശരീരം വിട്ടു അർത്ഥം അവർക്കും അടുത്ത ശരീരം കിട്ടും, ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും മരിച്ചതുപോലെ അവർക്കും അടുത്ത ശരീരം കിട്ടും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്ത കർമ്മത്തിനനുസരിച്ചുള്ള ശിക്ഷ ഉണ്ടാകുന്നു മാത്രമേ. ഇപ്പം നോക്കൂ, നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ക്യൂ നിൽക്കുകയാണ്. എന്തിന്? ട്രാഫിക്കിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, വണ്ടികൾ കുറേ ഒരുമിച്ച് നിൽക്കണുണ്ടാവും. അപ്പോൾ ട്രാഫിക് സിഗ്നലിൻ്റെ അടുത്ത് എത്താറാവുമ്പോൾ ചിലരെന്ത് ചെയ്യും, ക്യൂവിൽ നിൽക്കുകയാണെങ്കിലും പോലീസുകാരെ വെട്ടിച്ചിട്ട് നേരെ ഫ്രണ്ടിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ചില പോലീസുകാർ വന്നിട്ട് എന്ത് ചെയ്യും, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ പിന്നിൽ കൊണ്ടുപോകും. എല്ലാ വണ്ടിയും പോയി കഴിഞ്ഞിട്ടേ വിടുള്ളൂ. കാരണം എന്താ? അല്ല, ക്യൂ തെറ്റിച്ചിട്ട് നിയമം ലംഘിച്ചതിന് ഉള്ള പണിഷ്മെൻറ്റ് കൊടുക്കും. അത്രേ തന്നെ ഉള്ളൂ. ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ എന്തായി? അല്ല, നമ്മൾ തന്നെ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് കുറച്ച് ക്യൂവിൽ ബാക്കിലേക്ക് പോകും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കെല്ലാവർക്കും എന്തുണ്ടാവും? അടുത്ത ജന്മമുണ്ട്. ബാക്കി അവിടെ അലയും ഇവിടെ തിരിയും, ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഭയവും നമ്മുടെ ഉള്ളിൽ വേണ്ട. പിന്നെ എന്ത് ചെയ്യുക? വീട്ടിലുള്ള നമ്മുടെ വിഷമം മാറാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും, എങ്ങനെയാണോ സ്വാഭാവിക മരണത്തിൽ വീട്ടിൽ നടന്ന നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി ശുഭസങ്കല്പങ്ങൾ വെക്കില്ലേ? 13 ദിവസം 16 ദിവസമൊക്കെ എന്താ ചെയ്യണേ? ആത്മാവ് എവിടേക്ക് പോകണം അല്ലേ? നല്ല ജന്മം ഉണ്ടാവട്ടെ, മനസ്സിന് ശാന്തി ഉണ്ടാകട്ടെ, സമാധാനത്തോടെ പോട്ടെ അല്ലേ, ആ തെറ്റുകളിൽ നിന്ന് വേഗം മുക്താകട്ടെ, മനസ്സിൻ്റെ വിഷമങ്ങൾ മാറട്ടെ, നല്ലൊരു ജന്മം ഉണ്ടാകട്ടെ, നല്ല ജീവിതം ഉണ്ടാകട്ടെ, നല്ലൊരു കുടുംബത്തിൽ ജനിക്കട്ടെ, സദ്ബുദ്ധി ഉണ്ടാകട്ടെ, ആരോഗ്യമുള്ളൊരു ശരീരം കിട്ടട്ടെ അല്ലേ. ഇങ്ങനെയുള്ള നല്ല ചിന്തകൾ ആത്മാവിന് വേണ്ടി സമർപ്പിക്കുക. ബസ്. അപ്പോൾ എന്താകും? ആൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ മനസ്സായുള്ള ശുഭസങ്കല്പങ്ങൾ അവരുടെ ആ കാഠിന്യം കുറച്ച് കുറയും, ഭാരം കുറച്ച് കുറയ്ക്കും. കാരണം ശരീരത്തിറങ്ങി കഴിയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ അബദ്ധം ചെയ്തതിൻ്റെ. പിന്നല്ലേ ഫീൽ ചെയ്യുക, ശരീരം വിട്ടപ്പോൾ അവർ തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ ശരീരം വിട്ട് കഴിയുമ്പോഴേ അറിയുള്ളൂ, നശിപ്പിച്ച് കഴിഞ്ഞിട്ട് അറിയണത് അയ്യോ ഞാൻ മണ്ടത്തരാണ് ചെയ്തത്, ഇനി എനിക്ക് പോയി ജനിക്കണമല്ലോ, ഞാൻ മരിച്ചില്ല എന്ന് അപ്പോഴേ അറിയുള്ളൂ. ശരീരത്തിൽ ഇരിക്കുമ്പോൾ അറിയില്ല, കാരണം അപ്പോൾ ശരീരബോധമായിരുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ശുഭസങ്കല്പങ്ങൾ സമർപ്പിക്കുക. അതാണ് നമുക്കെല്ലാവർക്കും ചെയ്യാനുള്ള കാര്യം. ബാക്കി അജ്ഞതയുടെ അന്ധകാരത്തു നിന്ന് നമ്മളെല്ലാവരും പുറത്തേക്ക് വരിക. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്തായിരുന്നു? കർമ്മക്കണക്ക്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ജ്ഞാനം, സപ്തഗുണങ്ങൾ അല്ലേ. നമ്മൾ പറഞ്ഞ പ്രത്യേകിച്ചും കർമ്മഫലവും കർമ്മക്കണക്കുകളും വിധി, ഈ ജ്ഞാന ബിന്ദുക്കളൊക്കെ എവിടെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം. എന്തിനാണ് നമ്മളിപ്പോൾ കർമ്മവും കർമ്മഫലജ്ഞാനവും ഈ 2-3 ദിവസം കൊണ്ട് മനസ്സിലാക്കിയിരിക്കണം? എവിടെ ഉപയോഗിക്കണം? അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉദാഹരണത്തിന് താങ്ങാൻ പറ്റാത്തൊരു ദുഃഖത്തിൻ്റെ ഒരു സംഭവം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നിരിക്കട്ടെ. എന്തെങ്കിലും കാരണം പലതായിക്കോട്ടെ, അത് രോഗമാകട്ടെ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമാകട്ടെ, അല്ലെങ്കിൽ ജോലിയുടെ പ്രശ്നം. ഇപ്പം നോക്കൂ, കോവിഡിൻ്റെ കാലഘട്ടമാണ്, എന്തെല്ലാം സമസ്യകളാണ് അല്ലേ. അപ്പം താങ്ങാൻ പറ്റാത്തൊരു സംഭവം. ഇനി ഒരു പക്ഷേ കോവിഡ് മൂലം നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ജോലി പോയെങ്കിൽ പോലും, നമ്മൾ ആദ്യം സംഭവിച്ചു അർത്ഥം എന്താണ്? നടന്നതാണ്. ഇനി എനിക്ക് എന്ത് ചെയ്തേ മതിയാകൂ? ഈ സംഭവം ദുഃഖം തന്ന ഒരു സംഭവമാണ്, എനിക്കതിനെ താങ്ങണം.
താങ്ങാൻ ശക്തി വേണം. അപ്പോൾ എന്ത് ഓർമ്മിക്കുക അല്ലേ? ഇത്രയും വലിയൊരു ദുഃഖത്തിൻ്റെ സംഭവം വന്നു എൻ്റെ മുന്നിലർത്ഥം ഇതെൻ്റെ ഏതോ ഒരു പഴയ കണക്കിൻ്റെ സെറ്റിൽമെൻറ്റാണ്. ആരുടെ സമാധാനത്തിന്? എൻ്റെ സമാധാനത്തിന്. എനിക്കെൻ്റെ ജീവിതത്തിൽ സമാധാനത്തിന്, ശാന്തിക്കാണ് ഞാൻ മുഖ്യത്വം കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അയ്യോ എന്നാലും എനിക്ക് വന്നു പോയല്ലോ, അയ്യോ എന്നാലും എനിക്ക് സംഭവിച്ചല്ലോ, അയ്യോ ജോലി പോയല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്ന ഓരോ ദിവസവും നമ്മുടെ എനർജി ലെവല് താഴേക്ക് ഇതായി. കാരണം ഓരോ നെഗറ്റീവ് ചിന്തയും ദുഃഖത്തിൻ്റെ ചിന്തകളും ഈ ബാറ്ററി ഡൗണിലേക്ക് കൊണ്ടുവരും. കാരണം എനിക്ക് അടുത്ത ജോലി കണ്ടുപിടിക്കണം, അതിന് ഊർജം വേണം, ശക്തി വേണം. വീട്ടിൽ നിന്നൊരു കുടുംബാംഗം തന്നെ നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, അപ്പോഴും ഭയപ്പെടരുത്. കാരണം എനിക്ക് ബാക്കിയെല്ലാം ഇനി ചെയ്യണം, ആ ആൾ ചെയ്തതും കൂടെ ചെയ്യണം. അപ്പോൾ ഇവിടെ ശക്തി വേണ്ടേ? പോയല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്ന ബാറ്ററി ചാർജ് കുറഞ്ഞ് വരും അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അവിടെ കർമ്മക്കണക്കിൻ്റെ തിയറി നമുക്ക് സ്വയം സമാധാനിക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ ശരിയാണ്. ഏതോ ഒരു കർമ്മഭാരം കണ്ണിക്കൊള്ളാനുള്ളത് പുരികത്തെ കൊണ്ട് പോയിരിക്കുകയാണ്. ഇതിലും ഒരു മംഗളം തീർച്ചയായിട്ടും ഉണ്ടാകും. ഏതെങ്കിലും ഒരു വാതിൽ തീർച്ചയായിട്ടും തുറന്നു കിട്ടും. എല്ലാ വാതിലും കൂടി ഒരുമിച്ചടയില്ല. ഭഗവാന്റെ ഇങ്ങനെയുള്ള മഹവാക്യങ്ങളെ നമ്മൾ ഓർമ്മിച്ച് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയാലേ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ ദുഃഖത്തിൻ്റെ സംഭവം വന്നു, ഇപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്ന് ഇരുട്ടാക്കരുത്. ജ്യോതിർഗമയ, വെളിച്ചം എന്താ? ശരി, സംഭവിച്ചു, കഴിഞ്ഞു, ഒരു കടം തീർന്നു. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഞാൻ എങ്ങനെ സ്റ്റെപ്പ് വയ്ക്കണം? അവിടെ വെളിച്ചം വേണം. ആ വെളിച്ചം തരണമെങ്കിൽ സമാധാനം തരുന്ന ചിന്തകളെ കൊണ്ടുവരാം. അവിടെ നമുക്ക് കർമ്മക്കണക്കിൻ്റെ കാര്യം ഉപയോഗിക്കാം. പക്ഷെ നേരെ തിരിച്ച് മറ്റൊരാളുടെ ജീവിതത്തിൽ ഇതേപോലൊരു ദുഃഖം വരുമ്പോൾ, ഒരു വീട്ടിലൊരു മരണം വന്നാൽ ഉടനെ പോയിട്ട് പറയരുത് ഇത് നിങ്ങളുടെ കർമ്മക്കണക്കാ പോട്ടെ, ഇങ്ങനെ പറയരുത്. അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമ്മൾ പോയി അവർക്ക് ദുഃഖമായിട്ട്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റായി, അല്ലെങ്കിൽ ഒരു രോഗമായി അവരവിടെ കിടക്കുമ്പോൾ അവിടെ പോയി പറയരുത് ഇത് നിങ്ങളുടെ കർമ്മക്കണക്കാ പോട്ടെ, സാരില്ല എന്നൊന്നും. അവിടെ നമ്മൾ കർമ്മക്കണക്കെന്നല്ല പറയേണ്ടത്. എന്താ പറയണ്ടേ? അവിടെ നമ്മൾ എന്ത് പറയണം? അവിടെ നമ്മൾ പറയേണ്ടത്, അവിടെ നമുക്ക് സപ്തഗുണജ്ഞാനമാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ കർമ്മക്കണക്കിൻ്റെ തിയറിയല്ല വേണ്ടത്. ഈ അലമാരയിൽ എല്ലാ നോളജും നമുക്ക് തന്നുകൊണ്ടിരിക്കുക. ഇപ്പം 6 ദിവസം, ഇന്ന് 7ാമത്തെ ദിവസം എല്ലാ അസ്ത്രശസ്ത്രം തരുന്നുണ്ട്. പക്ഷെ ഏതെടുത്ത് എവിടെ ഉപയോഗിക്കണം? അവിടെ സപ്തഗുണിയായിരിക്കണം, സദോഗുണിയായിരിക്കണം. എന്ത് പറയണം? പോട്ടെ, സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഈശ്വരൻ ശക്തി തരും, നമ്മളെല്ലാവരും ചേർന്നിട്ട് പ്രാർത്ഥിക്കുക, അസുഖം വേഗം മാറും. അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ പോവുകയാണെന്നിരിക്കട്ടെ, ബാക്കി നമ്മളെല്ലാവരും ഉണ്ട്, പേടിക്കണ്ട, ഒറ്റയ്ക്കല്ല, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഘട്ടം നേരിടാം, ഞങ്ങളെല്ലാവരും ഉണ്ടാകും. അങ്ങനെയുള്ള നല്ല വാക്കുകൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അസുഖം വേഗം മാറും. അങ്ങനെയുള്ള അവിടെ ദയയാണ് നമുക്ക് തോന്നേണ്ടത്, സ്നേഹമാണ്, കരുണയാണ്, സഹായമാണ്. അവർക്ക് എന്ത് തരത്തിൽ സഹായം വേണോ, നല്ല വാക്കുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? സ്ഥൂലമായിട്ടോ സൂക്ഷ്മമായിട്ടോ ധനം കൊണ്ട് സഹായിക്കാൻ പറ്റുമോ? മരുന്നുകൊണ്ട് സഹായിക്കാൻ പറ്റുമോ? ഒരാളായിട്ട് നിന്ന് സഹായം കൊടുക്കാൻ പറ്റുമോ? നല്ല വാക്കുകൊണ്ട് സഹായം കൊടുക്കാൻ, ഏത് സമയത്ത് ഏത് തരത്തിൽ സഹായം വേണോ അവിടെ അതാ പറയേണ്ടത്. അല്ലാതെ അവിടെയല്ല കർമ്മക്കണക്കുകളുടെ വാക്കെടുത്ത് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സ്ഥാനം, മറ്റൊരു പോയിൻ്റ്, നമുക്ക് വ്യക്തിപരമായിട്ട് നോക്കൂ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യത്തിൻ്റെ സ്വഭാവമാണ്. എത്ര ഞാൻ വിചാരിച്ചിട്ട് ആ ദേഷ്യത്തിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറണില്ല. അപ്പം നമുക്ക് തോന്നുകയാണ്, എൻ്റെ സഞ്ചിയിൽ കൊണ്ടുവന്ന സംസ്കാരമായിരിക്കും, സഞ്ചിത സംസ്കാരമായിരിക്കും ഇത്, പൂർവ്വജന്മത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതായിരിക്കും ദേഷ്യത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ട് ഇതൊന്നും മാറുമൊന്നുമില്ല, അങ്ങനെ ഇരിക്കട്ടെ, ക്ലാസ്സിൽ അതല്ലേ കേട്ടെ, ഞാൻ ദേഷ്യക്കാരനാണ്, നിങ്ങളൊക്കെ എന്നെ സഹിച്ചോ, ഞാൻ കൊണ്ടുവന്ന സംസ്കാരമാണിത്, ഇതൊന്നും മാറില്ല. ഇങ്ങനെയാണ് പറയണ്ടേ? അത് നമ്മളെ ശപിക്കും പോലെയാണ്. മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞ് നിങ്ങൾ എന്നെ സഹിച്ചു എന്ന് പറയും പോലെയാണ്. നമ്മളെ ശപിക്കരുത്. ഞാൻ ഒരിക്കലും മാറില്ല, എൻ്റെ ഈ സ്വഭാവം മാറില്ല. പല ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുർവികാരങ്ങളും ഉണ്ടാവും. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ജ്ഞാനം ഏതാണ്? അത് ഞാൻ സഞ്ചിയിലാക്കി കൊണ്ടുവന്ന സംസ്കാരം മാറില്ല എന്നല്ല, ശാപമല്ല, അനുഗ്രഹം കൊടുക്കൂ, എനിക്ക് മാറാൻ കഴിയും. എൻ്റെ ഉള്ളിൽ ഇച്ഛാശക്തി സംസ്കാരമുണ്ട്, വിൽ പവറുണ്ട്.
എനിക്കിപ്പോൾ വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിത്യേന സത്സംഗം കേൾക്കുന്നുണ്ട്. പരംപിതാ പരമാത്മ എനിക്ക് അറിവ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജ്ഞാനത്തിൻ്റെ വെളിച്ചം ഉപയോഗിച്ച്, എൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് മെഡിറ്റേഷൻ ഞാൻ ഡെയിലി ചെയ്യുന്നത് കൊണ്ട്, മെഡിറ്റേഷൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് മാറാൻ പറ്റും. ഞാൻ മാറും. അത് 1 മാസമല്ല, 6 മാസം എടുത്തിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ എഫർട്ട് എടുത്ത് റിസൾട്ട് ഉണ്ടാക്കും. അതിനുവേണ്ടി ഞാൻ നിത്യേന പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഡെയിലി കുറച്ച് സമയം എനിക്ക് വേണ്ടി അഭ്യസിക്കും. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. ശാന്തിയിലാണ് ശക്തി, ശാന്തിയിലാണ് സുഖം. ഈ അഭ്യാസത്തിലൂടെ ഞാൻ ജയിക്കും. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട പോയിൻ്റ്. അവിടെ നേരെ തിരിച്ചല്ല. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി വീട്ടിൽ ഇപ്പം നിങ്ങൾ ഫാമിലിയായിട്ട് കുറേ പേര് ഒരുമിച്ചിരുന്നാണ് ക്ലാസ് കേൾക്കണം. മിക്കവാറും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഉണ്ട്. ഒരുമിച്ചിരുന്ന് ക്ലാസ് കേൾക്കുകയാണ്. ക്ലാസ് കേട്ടിട്ട് എഴുന്നേറ്റിട്ട് രാത്രി കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇനി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ജ്ഞാനം കൊണ്ട് പയറ്റരുത്. എങ്ങനെ? ക്ലാസ്സിൽ കേട്ടില്ലേ? എന്താ പറഞ്ഞ ക്ലാസ്സിൽ ഇന്ന് സിസ്റ്റർ? ഇന്നത്തെ സത്സംഗം കേട്ടല്ലോ. നിങ്ങൾക്ക് എന്നെ കിട്ടാനേ ഉള്ളൂ യോഗ്യത. നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മോശം പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഭാര്യയായിട്ട് എന്നെ കിട്ടാനാണ് നിങ്ങളുടെ കണക്ക്. നിങ്ങൾ അനുഭവിച്ചു എന്നെ. തിരിച്ച് എന്നെ ഭർത്താവായിട്ട് കിട്ടാനാണ് നിനക്കുള്ള കണക്ക്. അതുകൊണ്ട് നീ സഹിച്ചു. ഇപ്രകാരം ജ്ഞാനത്തെ ഉപയോഗിച്ച് തലകീഴായിട്ട് ഉപയോഗിക്കുക എന്ന് ഭഗവാൻ പറയും. ഇങ്ങനെ തലകീഴായിട്ട് ഒരിക്കലും ജ്ഞാനത്തെ ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നമ്മൾ കുത്തും പോലെയാണ്, കുന്തം കൊണ്ട്, മുള്ളുകൊണ്ട്. ഈ ജ്ഞാനം മുള്ളുപോലെ കുത്തി വേദനിപ്പിക്കാനല്ല. എന്തിനാ ജ്ഞാനം ഭഗവാൻ തന്നെ? അസുഖം മാറ്റാനാ. വീണ്ടും മുള്ളു കുത്താനല്ല, വാൾപ്പയറ്റ് നടത്താനല്ല. അങ്ങനെ വിചാരിക്കരുത് ഒരിക്കലും. ഇനി ചിലരുണ്ടെന്ത് വിചാരിക്കും? ഈ ജ്ഞാനം കൊണ്ട് നേരെ തിരിച്ച് ജ്ഞാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ പോയിൻറ്റും നോട്ട് ചെയ്തിട്ട്, ഈ പോയിൻ്റൊക്കെ എൻ്റെ ഭാര്യയൊന്ന് മാറ്റണം, ഇന്ന് ക്ലാസ്സിൽ ഇന്നതാ പറഞ്ഞേ. ചിലരുണ്ട് ബാക്കിയുള്ളവർ ചിലപ്പോൾ വീട്ടിൽ കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ പോയിട്ട് എന്ത് പറയും? അറിയൂ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്, എല്ലാം നിനക്കുള്ള പോയിൻ്റായിരുന്നു. ഇങ്ങനെ പറയാനും പാടില്ല. ഈ പോയിൻ്റൊക്കെ ഉപയോഗിച്ച് ഭാര്യയൊന്ന് നന്നാക്കണം, മക്കളെ ഒന്ന് നന്നാക്കണം, അമ്മായിയമ്മയൊന്ന് നന്നാക്കണം, മരുമോളെ ഒന്ന് നന്നാക്കണം, എന്നാൽ ജോലിക്കാരിയെ ഒന്ന് നന്നാക്കണം. നാളെ വീട്ടിൽ പണിയെടുക്കാൻ ജോലിക്കാരി വരുമ്പോൾ ഈ പോയിൻ്റൊക്കെ അവരോട് പറഞ്ഞ് അവരെ ഒന്ന് നന്നാക്കാം. ഫസ്റ്റ് എനിക്ക് എന്നെ നന്നാക്കാനാണ് ഈ പോയിൻ്റല്ല. ആരെ നന്നാക്കാനാ? ഒരു ടീച്ചറാണെങ്കിൽ പോലും നമ്മൾ സാധാരണ പ്രോവർബ് കേട്ടിട്ടില്ലേ? നമുക്ക് നമ്മുടെ ഭാര്യയോ മക്കളെയോ ആർക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യണം, നമുക്ക് അവരെ ടീച്ച് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നല്ല വിദ്യാർത്ഥിയായിരിക്കണം. ലോകത്തിലെ പറയില്ലേ, ഒരു നല്ല ടീച്ചർ ആരാണ്? ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. ലൈഫിൻ്റെ അവസാനം വരെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകന്, ഒരു അധ്യാപികയ്ക്ക് മാത്രമേ, ഒരു നല്ല വിദ്യാർത്ഥിയായ അധ്യാപകന് മാത്രമേ ഒരു നല്ല അധ്യാപകനായി മാറാൻ കഴിയുമെന്ന് ലോകത്തിൽ പറയാറുണ്ട്. അതേപോലെ നമുക്കും ആർക്കെന്ത് നന്മ ചെയ്യണമെങ്കിലും ആദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു നന്മയുള്ള ആളായിരിക്കണം, ഒരു നല്ല ഈശ്വരീയ വിദ്യാർത്ഥിയായിട്ട് മാറണം. ഈ പോയിന്റുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യരുത്? പരസ്പരം പയറ്റരുത്. ഈ ജ്ഞാനം എന്തിനാ തന്നിരിക്കണേ? ഈ ജ്ഞാനം ഉപയോഗിച്ച് വീട്ടിൽ അശാന്തി സൃഷ്ടിക്കാനല്ല. ഇനി ചിലർക്ക് ഒരു ചിന്തയുണ്ടാവും, ഇപ്പോൾ നമ്മൾ കേട്ടുവല്ലോ, ഈ ജ്ഞാനം കൊണ്ട് നമ്മൾ മനസ്സിലായി കർമ്മഫലം. കണ്ണിനെ ദുരുപയോഗം ചെയ്താൽ ചിലപ്പോൾ നമ്മൾ അന്ധനായിട്ട് ജനിക്കും. കാതിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ കേൾവിയില്ലാതെ ജനിക്കാം. നാവിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റാതാകാം. ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ നമുക്ക് വരാം, പല അംഗവൈകല്യത്തിൻ്റെയും കാരണം. ആ ജ്ഞാന ബിന്ദു നമ്മൾ കേട്ടു. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരന്ധനെ കാണുമ്പോൾ, ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് ഒരു അന്ധൻ, അപ്പോൾ കണ്ണു കാണാൻ പറ്റാത്ത ഒരാൾ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, ആ അന്ധനോ, അയാൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് പാപത്തിൻ്റെ ഫലമല്ലേ, അനുഭവിക്കട്ടെ, ഇയാൾക്കിത് തന്നെ വേണം. ആ പോയിൻ്റ് അല്ല അവിടെ എടുത്ത് ഉപയോഗിക്കേണ്ടത്. ഇത് ഇയാളുടെ കർമ്മക്കണക്കാണ്. അവിടെ ഇത് പോയിൻ്റ് ഉപയോഗിക്കണം. ഈ അലമാര, ബുദ്ധിയാകുന്ന അലമാര തുറന്ന് സപ്തഗുണം എടുത്തിട്ട് ഉപയോഗിക്കണം. കൈ പിടിച്ച് റോഡ് കടത്തി അപ്പുറത്തേക്ക് വിടുക. അതാണ് മാനുഷികത, ആത്മീയത. അതാണ് സദോഗുണി ജീവിതം. അതാണ് ദിവ്യാസ്ത്രം ഉപയോഗിക്കേണ്ടത്.
അതുകൊണ്ട് ഏത് പോയിൻ്റ് ജ്ഞാനത്തിൻ്റെ എപ്പോൾ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ ബോധവാനായിരിക്കണം. അവിടെയാണ് ബോധം, ഏത് ബുദ്ധി. അതുകൊണ്ട് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടില്ലേ, മനസ്സിൽ തോന്നുന്നത് പറയുകയും ചെയ്യുകയും ചെയ്യരുത്. ജ്ഞാനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ ജ്ഞാനത്തിൽ തന്നെ ഏത് പോയിൻ്റ് എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ബോധവാനായിരിക്കണം നമ്മൾ ഓരോരുത്തർ. ഡെയിലി സത്സംഗം, രാവിലെ നമുക്കിവിടെ സത്യപിതാവ് ഡെയിലി ബ്രഹ്മകുമാരീസിൽ പ്രഭാതത്തിൽ സത്സംഗമുണ്ട്. അത് ഭഗവാൻ ഡയറക്റ്റ് നമുക്ക് നൽകുന്ന ജ്ഞാനബിന്ദുക്കളാണ്. ഈശ്വരൻ്റെ മഹാവാക്യത്തെ മുരളി എന്നാണ് പറയുക, ജ്ഞാനമുരളി. ഡെയിലി ഈശ്വരൻ തരും. ആ ജ്ഞാനമുരളിയിലെ പോയിന്റുകളാണ് നിങ്ങളോടൊപ്പം ഈ പങ്കുവെച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ സിസ്റ്ററിൻ്റെ ബുദ്ധിയാണ്, കഴിവാണ്, പറഞ്ഞു തരികയാണ്. ഒന്നുമല്ല. ഭഗവാൻ തരുന്ന കാര്യങ്ങൾ, ഈശ്വരൻ നമുക്ക് തന്ന ജ്ഞാനത്തെ നിങ്ങൾക്ക് മുന്നിൽ പറയാം. നമ്മൾ പഠിക്കുകയാണ്. നിങ്ങളെപ്പോലെ സിസ്റ്ററും പഠിക്കുന്ന ഒരു ഈശ്വരീയ വിദ്യാർത്ഥി മാത്രമാണ്. ഭഗവാന്റെ അടുത്തുനിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഷെയറിങ് പ്രക്രിയയാണ്. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഡെയിലി മഹാവാക്യത്തിൽ ഈ പോയിന്റുകളെല്ലാം, ഞാനൊരാത്മാവാണെന്ന പാഠം, കർമ്മക്കണക്കുകളുടെ പാഠം, സദോ ഗുണങ്ങളുടെ വിഷയം, ഡെയിലി മഹാവാക്യത്തിൽ ആവർത്തിച്ച് എല്ലാ പോയിന്റും പറയും. എന്തിനാ പറഞ്ഞു തരണേ? നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ ഒരു ഖജനാവ നമുക്ക് രാവിലെ ദിവസവും തരണേ. 4 പേജാണ് ഭഗവാന്റെ മഹാവാക്യം നമുക്ക് കിട്ടുക. ജ്ഞാനക്കടൽ പോലെയാണ്. കടൽ പോലെ ജ്ഞാനം ഭഗവാൻ തരും. പക്ഷെ ആ പേജ് കടൽ പോലെ കിട്ടുന്ന അറിവിൽ നിന്ന് എവിടെ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഇനി ഈ ജ്ഞാനം കേട്ടിട്ട് ചിലരിങ്ങനെയുണ്ട്, നിത്യേന ക്ലാസ്സുകൾ കേൾക്കുന്നവർ ക്ലാസ് കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് കേട്ടതൊക്കെ അങ്ങോട്ട് എല്ലാവരെയും വീട്ടുകാരെയൊക്കെ എനിക്കിതിപ്പോൾ പഠിപ്പിക്കണം. കാരണം സത്യജ്ഞാനമാണ്, നിങ്ങളുടെ ദോഷമല്ല. കാരണം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാരണം സത്യമായ കാര്യമില്ല, ഒരു ആവേശം നമുക്കിങ്ങനെ വരും. ആവേശം കൊണ്ട് ഉടനെ പോയിട്ട് ക്ലാസ് ഒന്നും ആരും കേൾക്കാതിരിക്കുന്നവരോടും വീട്ടിലെല്ലാവരോടും വായി തുറന്ന ആത്മാവിൻ്റെ കാര്യവും കർമ്മക്കണക്കുകളുടെ കാര്യവും സദോ ഗുണങ്ങളുടെ കാര്യവും കേട്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരണം. എൻ്റെ ഹസ്ബൻഡും എൻ്റെ വൈഫും എൻ്റെ മക്കളും എല്ലാം കുടുംബസമേതം വരണം. നല്ലതാണ്, ശുഭഭാവന നല്ലതാണ്. പക്ഷേ ആരോടെപ്പോൾ എന്ത് പറയണമെന്ന് ഓർമ്മ വേണം. കുടുംബത്തിലുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, കാരണം ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഭഗവാനെ പറയാറുണ്ട്, ഈ ജ്ഞാനം ആരോട് കേൾപ്പിക്കാനുള്ളതാ? ആർക്കാണോ ഇത് കേൾക്കാൻ താല്പര്യമുള്ളത് അവരോടിത് പറയണം. നമ്മളൊന്ന് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ. ചിലർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, മുഖം തിരിക്കുകയാണ്, എതിർക്കുകയാണെന്ന് കണ്ടാൽ പിന്നെ അവരോട് നമ്മൾ പറയാൻ പോണ്ട വായിക്കൊണ്ട്. എന്ത് ചെയ്താൽ മതി? മക്കളാണെങ്കിൽ പോലും ചിലർക്കൊണ്ട് എൻ്റെ മക്കളെ ഇപ്പോൾ ആത്മീയമായ ജീവിതത്തിലേക്ക് തന്നെ നയിക്കണം, അവരെയൊക്കെ ഒന്ന് നന്നാക്കണം. നല്ലതാ, ഹൃദയത്തിൽ ആ ശുഭഭാവന നിങ്ങൾ എന്ന് സൂക്ഷിച്ചോളും, അതൊരിക്കലും കൈവിടണ്ട. പക്ഷെ വായ് കൊണ്ട് ഇഷ്ടമില്ലാത്തവരുടെ വായിൽ നമ്മൾ ഭക്ഷണം അങ്ങോട്ട് കുത്തിക്കയറ്റിയാൽ ഛർദ്ദിച്ച് പുറത്തേക്ക് വരില്ലേ? മാത്രമല്ല നമ്മൾ കേൾക്കുന്ന കാര്യത്തിൽ പോലും അവർ തടസ്സം ഉണ്ടാക്കും. അതുകൊണ്ട് വെറുതെ നമ്മൾ അവരോട് ആത്മാവിൻ്റെ കാര്യവും ജ്ഞാനകാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയ ഇഷ്ടമില്ലാത്തവർ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. ഈ ജ്ഞാനം വീടുകളിൽ പ്രശ്നം ഉണ്ടാക്കാനല്ല. ഈ ജ്ഞാനം എന്തിനാ തന്നിരിക്കണേ? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. അതുകൊണ്ട് മറ്റുള്ളവരോട് ജ്ഞാനം പറഞ്ഞ് വീട്ടിൽ അസ്വസ്ഥത സൃഷ്ടിക്കരുത് ഒരിക്കലും. ഈ ജ്ഞാനം നമ്മളെ പഠിപ്പിക്കൂ. നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതകളെ മാറ്റിയെടുക്കൂ. നമുക്ക് സ്വയം ആദ്യ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരൂ. ഉദാഹരണത്തിന് നിങ്ങളൊരമ്മയാണെന്നിരിക്കട്ടെ, ആരായിക്കോട്ടെ, നമ്മളൊരാൾ ഈ ജ്ഞാനം കേട്ട് നമ്മുടെ പണ്ടത്തെ ദേഷ്യം മാറി, ആവേശം മാറി, നമ്മുടെ സ്വഭാവം ശാന്തമായി, വീട്ടിലെല്ലാവരോടും നമ്മൾ വളരെ മധുരമായി പെരുമാറാൻ തുടങ്ങി. അപ്പം നമ്മുടെ പതിയും അല്ലെങ്കിൽ പത്നിയും മക്കളൊക്കെ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങും. ഇപ്പം തന്നെ ഈ 6 ദിവസം കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ 1% ഒരു മാറ്റം ഉണ്ടായെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ തീർച്ചയായും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടാവും ഡെയിലി, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം, ആ മാറ്റം ഒരു സ്ഥിരതയോടെ വരുമ്പോൾ, അല്ല ഒരു ദിവസത്തേക്കുള്ള മാറ്റമല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു പരിപക്വത, പരിവർത്തനം, സ്റ്റേബിളായിട്ടുള്ള ഒരു മാറ്റം നമ്മളിൽ കാണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ, അമ്മ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ,
ആളാകെ മാറിയില്ലോ, എങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റി? ഞാൻ കുറേ നാളുകൾ കൊണ്ട് നോട്ട് ചെയ്യുന്നുണ്ട്, കുറേ മാസം കൊണ്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അനുകൂല സമയമാണ്. അപ്പം അവർ കൂടെ പറഞ്ഞു കൊടുക്കാം, ഞാനെങ്ങനെ മാറി, എന്നെ ആരാ മാറ്റിക്കൊണ്ടിരിക്കണേ. ഇഷ്ടമില്ലാത്തവർക്കൊന്നും അല്ലെ കുത്തിക്കയറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും, സമയം വരും. ഹൃദയത്തിൽ നിറഞ്ഞ ശുഭഭാവനകൾ കാത്തു സൂക്ഷിച്ചോളൂ. കുടുംബസമേതം എല്ലാവർക്കും വെളിച്ചം കിട്ടണമെന്ന സങ്കല്പം മനസ്സിൽ വെച്ചോളൂ. പക്ഷെ വായിക്കൊണ്ട് യുക്തിയുക്തമായിട്ട് സാഹചര്യവും സന്ദർഭവും നോക്കിയിട്ട് വേണം ജ്ഞാനം പറഞ്ഞു കൊടുക്കുക. മനസ്സിലായില്ലേ? എല്ലാവരും അല്ലേ ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ ജ്ഞാനത്തെ ഉപയോഗിക്കണമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. പറയാറുണ്ട് ഭഗവാൻ എപ്പോഴും, മക്കളെ നിങ്ങൾ ഈ ജ്ഞാനം കൊണ്ട് ആരെയും തല്ലരുത്. ഈ ജ്ഞാനം വെറുതെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ തല്ലാനല്ല ജ്ഞാനം. എന്തിനാണ്? തലോടാനാണ്. പലരും പറയും അല്ലെ, അവരൊക്കെ ആത്മീയവാദിയായി, അവർ സത്സംഗത്തിൽ പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇവർ ക്ലാസ് കേൾക്കാൻ തുടങ്ങി, അതോടുകൂടി നോക്കൂ വീട്ടിലാകെ അശാന്തിയാണ്, ഇവർ ഞങ്ങളോട് മിണ്ടണില്ല അല്ലേ, എൻ്റെ കുട്ടിയെ നോക്കുന്നില്ല. ഇങ്ങനെയൊന്നും വരരുത്, അത് റോങ് ആണ്. ഒരു കുട്ടി നമ്മുടെ കുട്ടിയൊന്ന് മറിഞ്ഞു വീണ കണ്ടിട്ട് അതൊരു ആത്മാവല്ലേ, അതിൻ്റെ കണക്ക് അതിന് മറിഞ്ഞു വീണെങ്കിൽ അവിടെ കിടന്നോട്ടെ, ഞാനെന്ത് ചെയ്യാനാ? ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. എൻ്റെ കുഞ്ഞാണ്, മറിഞ്ഞു വീണെങ്കിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യണം? എടുക്കണം, അതിനെ തലോടണം, അതിൻ്റെ കരച്ചിൽ മാറ്റണം. അല്ലാതെ അവൻ്റെ കർമ്മക്കണക്കാന്ന് പറഞ്ഞിരിക്കുക, അവിടെയെല്ലാം കർമ്മക്കണക്ക് ഉപയോഗിക്കേണ്ടേ? എൻ്റെ പുത്രൻ പുത്രി അല്ലെ മക്കളോടും കുടുംബത്തോടുമുള്ള എല്ലാ കടമകളും സദോഗുണിയായിരുന്നുകൊണ്ട് നിർവഹിക്കണം. അതാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കണം. എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഞാൻ ആത്മാവാണെന്ന ബോധത്തിൽ അല്ലേ കൺട്രോൾഡ് ഡ്രൈവിങ് ചെയ്യാൻ, സദോഗുണിയായി എല്ലാ കർമ്മങ്ങളും ചെയ്യാനാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഗൃഹപാഠം എന്താണ്? ആദ്യം ഒരു ഗൃഹപാഠം നേരത്തെ തന്നു, ആത്മഹത്യ സംബന്ധിച്ച വിഷയത്തിൽ. അതാരുമായി ബന്ധപ്പെട്ടതാണോ അവർ തീർച്ചയായിട്ടും ആ ഗൃഹപാഠം ചെയ്യണം. അടുത്തത് ഏതാണ്? രണ്ടാമത്തെ ഗൃഹപാഠം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇന്ന് 7ാമത്തെ ദിവസമാണ്. ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ ഭഗവാൻ എനിക്ക് എത്ര ജ്ഞാനാമൃതം തന്നുകൊണ്ടിരിക്കണോ, ഈ വെളിച്ചം എവിടെ എപ്പോൾ എങ്ങനെ ഞാൻ ഉപയോഗിക്കണം. ഇന്ന് രാത്രി ഉറങ്ങണതിന് മുമ്പ് ഡയറിയിൽ ഇത് നോട്ട് ചെയ്യും. എവിടെയെങ്കിലും റോങ് ആയിട്ട് വാളെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തണോ വേണ്ടയോ? അപ്പം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. നാളത്തെ ദിവസം ഏതാണ്? ശനിയാഴ്ച അല്ലേ. സുഖസ്വരൂപാത്മാവാണ് നമ്മൾ. നാളത്തെ വ്രതം അതാണല്ലോ. അപ്പം നമുക്ക് ഈ നാളത്തെ വ്രതം, നാളത്തെ സുമാന അതാണ്. നാളെ ഫുൾ ഡേ സ്വയം സുഖസ്വരൂപമായിരുന്ന് മനസ്സാ വാച കർമ്മണാന്തീയ ഫുൾ ഡേ എല്ലാവർക്കും എനിക്ക് സുഖം കൊടുക്കണം. ജ്ഞാനത്തിൻ്റെ ഏത് പോയിൻ്റ് ഉപയോഗിച്ച് എനിക്ക് ആർക്ക് എങ്ങനെ സുഖം കൊടുക്കാം, ആ രീതിയിൽ ചിന്തിക്കും. ഈ അലമാരയിൽ നിന്ന് കൃത്യമായ പോയിൻ്റുകൾ എടുത്തിട്ട് അല്ല ശരിയായ സ്ഥലത്ത് ശരിയായ വിധത്തിൽ യുക്തിയുക്തം സമയം, സന്ദർഭം, വ്യക്തി, സാഹചര്യമെല്ലാം നോക്കിയിട്ട് വേണം ജ്ഞാനരത്നങ്ങൾ എടുത്തിട്ട് ഉപയോഗപ്പെടുത്താൻ. നമുക്ക് അല്പസമയം മെഡിറ്റേഷൻ ചെയ്ത് സത്സംഗം പൂർത്തിയാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം പങ്കുവയ്ക്കണമെങ്കിൽ പങ്കുവയ്ക്കുകയും ചെയ്യാം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ ഗൃഹപാഠം പൂർത്തിയാക്കി നാളത്തേക്കുള്ളതെല്ലാം നോട്ട് എഴുതി വെച്ച് മനസ്സ് ഫ്രീ ആക്കിയിട്ട് വേണം ഉറങ്ങാൻ.